പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് രാമേശ്വരത്താണ്. രാമേശ്വരത്ത് നിന്ന് ഞങ്ങൾ ധനുഷ്കോടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ, കുറച്ച് ചരിത്രങ്ങളും ഒക്കെ ആയിട്ട് നമുക്കറിയാവുന്ന രീതിയിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഇത് രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്കുള്ള പ്രധാന പാതയാണ്. ഞങ്ങൾ രാമേശ്വരത്ത് നിന്ന് 2 വാഹനത്തിലാണ് ധനുഷ്കോടിയിലേക്ക് യാത്ര തിരിച്ചത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ വാഹനം. എൻ്റെ നാടായ പുതുപ്പള്ളിയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡിലെ കുടുംബശ്രീയിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ യാത്ര പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ കുടുംബവും എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനും ഈ സംഘത്തിൽ ഉൾപ്പെട്ടത്. ഞങ്ങളുടെ അയൽവാസിയും അടുത്ത സുഹൃത്തുമായ അജിത്തിൻ്റെ 30 സീറ്റർ മിനി ബസ്സിലാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഞങ്ങൾ 30 പേരോളം തന്നെ ഉണ്ടായിരുന്നു. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും ഞങ്ങൾ അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെയാണ്. അതുകൊണ്ട് നല്ലൊരു ട്രിപ്പാണ് ധനുഷ്കോടിയിലേക്ക്. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ചുരുക്കിയാണ് ഈ വീഡിയോ വരുന്നത്. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള പ്രധാന കവാടമാണ് ഈ ധനുഷ്കോടി. അതോടൊപ്പം തന്നെ രാമായണ കഥയിലെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളെല്ലാം നടക്കുന്നത് ഈ ധനുഷ്കോടിയിലാണ്. ശ്രീരാമൻ സീതയെ വീണ്ടെടുക്കാനായി വാനര സൈന്യത്തിൻ്റെ സഹായത്താൽ ശ്രീലങ്കയിലേക്ക് രാമസേതു പണിതത് ഇവിടെ നിന്നാണ്. ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കടലിനടിയിലുണ്ട്. അതുകൊണ്ട് അത് ചരിത്രപരമായ ഒരുപാട് സത്യങ്ങൾ വിളിച്ചോതുന്ന സംഭവം കൂടിയാണ്. രാമായണ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് ധനുഷ്കോടി ഒരു വലിയ നഗരമായി മാറുകയായിരുന്നു. പോലീസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും സ്കൂളുകളും ഒക്കെയുള്ള ഒരു വലിയ നഗരം. എന്നാൽ വിധി അതിനെ മാറ്റിമറിക്കുകയായിരുന്നു. 1963 ഡിസംബർ 22-നുണ്ടായ ഒരു അതിഭയങ്കരമായ ചുഴലിക്കാറ്റിൽ ഈ നഗരം പ്രേതനഗരമായി മാറിയെന്നാണ് കരുതുന്നത്. ധനുഷ്കോടിയിലുണ്ടായിരുന്ന മുഴുവൻ കെട്ടിടങ്ങളും ആ ചുഴലിക്കാറ്റിൽ തകർന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ധനുഷ്കോടിയിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാം. അതിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയുണ്ട്. അതിൻ്റെ പരിസരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ധനുഷ്കോടിയുടെ കിഴക്ക് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ധനുഷ്കോടിയിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം 6 വീലുള്ള വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. നമ്മുടെ ടെമ്പോ ട്രാവൽ അടക്കമുള്ള 4 വീലുള്ള വാഹനങ്ങളും നമ്മുടെ സ്വകാര്യ ചെറിയ കാറുകളും മാത്രമേ ധനുഷ്കോടിയിലേക്ക് പോകത്തുള്ളൂ. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ രാമേശ്വരത്ത് നിന്ന് ഈ ചെറിയ വാഹനങ്ങൾ 15 സീറ്റുള്ള ചെറിയ മിനി ബസ്സുകളൊക്കെ പിടിച്ചു വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളുടെ മിനി ബസ് രാമേശ്വരത്ത് പാർക്ക് ചെയ്തതിന് ശേഷം 2 ചെറിയ വാഹനങ്ങളിലായിട്ടാണ് ഞങ്ങൾ 30 പേരടങ്ങുന്ന സംഘം ധനുഷ്കോടിയിൽ എത്തിയിരിക്കുന്നത്. ധനുഷ്കോടിയിൽ എത്തുന്നതിന് മുമ്പാണ് ആ പള്ളിയൊക്കെ. പക്ഷേ നമ്മൾ ധനുഷ്കോടിയിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടുന്ന് തിരിച്ചു വരുമ്പോഴത്തേന് ഇവിടെയാണ് ആ പള്ളിയുടെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ളത്. എങ്കിലും നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേന് നിങ്ങളെ വിശദമായിട്ട് ആ പള്ളിയുടെ എല്ലാ വീഡിയോയും കാണിക്കാം. അപ്പോൾ നമ്മൾ നേരെ ധനുഷ്കോടിയിലേക്ക് യാത്രയാകുകയാണ്. പിന്നെ 2 പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ല. അതുകൊണ്ട് ഗൂഗിൾ പേ ഇവിടെ വർക്കാകത്തില്ല. അതുകൊണ്ട് കഴിവതും കാശുമായിട്ട് തന്നെ വന്നെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 64-ന് ശേഷം ഉണ്ടായ സുനാമിയിൽ ഇവിടുത്തെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും ഈ ചുഴലിക്കാറ്റുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഇപ്പോഴും ധനുഷ്കോടി ഒരു പ്രേതനഗരമായി എല്ലാവരും ചിത്രീകരിക്കുന്നത്. രാമേശ്വരത്തു നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ദൂരമുണ്ട് ധനുഷ്കോടിയിൽ. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് കടന്നു പോകാവുള്ളൂ. രാമേശ്വരത്ത് നിന്ന് ഈ ധനുഷ്കോടിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് പാമ്പൻ പാലമാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് കാണിക്കാം. രാമേശ്വരം വഴി ധനുഷ്കോടിയിലേക്ക് ട്രെയിൻ ഗതാഗതവും ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അവിടെ ഒരു വലിയ പാമ്പൻ പാലത്തിലൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. 200 പേരോളം മരണപ്പെട്ടതിന് ശേഷമാണ് ആ ഗതാഗതം മുടങ്ങിയത്. യാത്രകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലം തന്നെയാണ് ധനുഷ്കോടി. കാരണം കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന 2 കടലിൻ്റെ മധ്യത്തിലൂടെ ഉള്ള യാത്രയും അതുപോലെ തന്നെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉള്ളതും എല്ലാം നമുക്കൊരു പുതിയ അനുഭവം തന്നെയാണ്.
ധനുഷ്കോടി തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ധനുഷ്കോടിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ്, ഇനി അധികം ദൂരമില്ല. അപ്പം നമ്മൾ ഈ റോഡിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എൻഡ് ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇതാണ് ധനുഷ്കോടിയുടെ ആകാശ ദൃശ്യങ്ങൾ. അത് കാഴ്ച വളരെ മനോഹരം തന്നെയാണ്. ധനുഷ്കോടിയിൽ നിന്ന് നോക്കിയാൽ ശ്രീലങ്ക കാണാം എന്ന് പറയുന്നുണ്ടെങ്കിലും കടലിൻ്റെ മൂടലൊക്കെ കൊണ്ട് നമുക്ക് ശ്രീലങ്ക ദൃശ്യമല്ല. എങ്കിലും ഇവിടെ അതിന് ബൈനോക്കുലർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് കാണുന്നതിന് ഒരാൾക്ക് 50 രൂപയാണ് അവർ ഈടാക്കുന്നത്. അതുപോലെ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണ് ധനുഷ്കോടി. അതുപോലെ അത് ഒരുപാട് ഷൂട്ട് ചെയ്യാനും അതുപോലെ ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ധനുഷ്കോടി. പിന്നെ ഇവിടെ കടലിൽ നിന്ന് കിട്ടുന്ന കക്കകളും മുത്തുകളും പവിഴങ്ങളും എല്ലാം ഇവിടെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് യഥേഷ്ടം മേടിക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഗൂഗിൾ പേ സംവിധാനമില്ല, മൊബൈലിന് നെറ്റ്വർക്കും ഇല്ല. അത് പ്രത്യേകം വരുന്നവർ ശ്രദ്ധിക്കുക. ഫോട്ടോ സ്റ്റുഡിയോക്കാരെല്ലാം ഇവിടെ നമ്മളെ കാത്തു നിൽക്കുകയാണ്. എടുത്താൽ ഉടൻ തന്നെ പ്രിന്റുകളൊക്കെ കിട്ടും. അതുകൊണ്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നവർക്ക് നല്ല നല്ല ഭംഗിയുള്ള ഫോട്ടോ കിട്ടും. നമുക്ക് വട്ടം കറങ്ങി ധനുഷ്കോടി ഒന്ന് കാണാം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. ഉടൻ തന്നെ അതിൻ്റെ പ്രിന്റും എടുക്കുന്ന ഭാഗമാണ്. രാജോ ഇതാണ് സെറ്റ് ചെയ്ത് എത്ര സെറ്റ്. കടലിൽ നിന്ന് കിട്ടുന്ന ശംഖുകളെ കക്കകളെ അതുപോലെ ചെറിയ ചെറിയ മുത്തുകൾ അതൊക്കെ കൊണ്ടുള്ള മാലകൾ എല്ലാം ഇവിടെ ധാരാളം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ നിന്നപ്പം തന്നെ വിശക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ വിശക്കുന്നതിന് വേറെ ചെറിയ വേറെ മാങ്ങായും അതുപോലെ തണ്ണിമത്തനും അതിൻ്റെ പീസ് അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ സൈഡിലും ഇങ്ങനെയുള്ള ഒരുപാട് മാലകളും ഉണ്ട്. ശംഖൊക്കെയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം കടലിലെ ചെറിയ ചെറിയ ജീവികളാണ്. നല്ല മുത്തുമാലകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെയാണ്. അപ്പോൾ ഒരുപാട് ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
എന്നാ എടുത്തേ? മാങ്ങയാണോ? അല്ലേ കപ്പളങ്ങ വേണം. അല്ല, എനിക്ക് തണ്ണിമത്തം മതി. തണ്ണിമത്തം. ധനുഷ്കോടിയിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമുക്കിനിയും ഒരു പള്ളിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആ പള്ളിയും കൂടെ കാണാം. ഈ സൈഡിലാണ് ബൈനോക്കുലർ കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടവരോടെല്ലാം ഞാൻ ചോദിച്ചപ്പോഴത്തേനും അവർക്കും ഏകദേശം ശ്രീലങ്കയുടെ ബോർഡറൊക്കെ ഇങ്ങനെ കാണാമെന്നാണ് പറയുന്നത്. എന്നാലും വ്യക്തമല്ല, കാരണം കടലാകപ്പാടെ മൂടിക്കിടക്കുകയാണ്. അങ്ങനെ എല്ലാവരും വാഹനത്തിൽ വന്ന് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതുകൂടാതെ മീൻപിടുത്തക്കാർ മീനുമായിട്ട് ഇവിടെ വരുന്നതുകൊണ്ട് അവിടെ മീൻ അവർ വിൽക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ മേടിക്കാം. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴാണ് വള്ളം മീനും കൊണ്ട് വരുന്നത്. അതുകൊണ്ട് അത് മാത്രം പിഴിയെടുക്കാൻ പറ്റിയില്ല. നമുക്കിനിയും ആ പഴയ പള്ളി കാണാം. ഇതാണ് 1963 ചുഴലിക്കാറ്റിൽ തകർന്നടിഞ്ഞ പള്ളിയാണ്. അതിൻ്റെ അവശിഷ്ട ഭാഗങ്ങളാണ് നിൽക്കുന്നത്. എങ്കിലും അത് കാഴ്ചയ്ക്ക് നമുക്കിവിടെയൊക്കെ വന്ന് കാണുമ്പോഴത്തേന് ഇതിൻ്റെ ആ പഴയ കാലഘട്ടമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയിൽ ഓടിയെത്തും. അതുപോലെ ഇതിൻ്റെ പരിസരങ്ങളിലെല്ലാം ധനുഷ്കോടിയിൽ വിൽക്കുന്നു പറഞ്ഞ പോലെ മാലകളും കക്കകളും ശംഖുകളും എല്ലാത്തിൻ്റെയും ഒരു ശേഖരം തന്നെ ഇതിൻ്റെ സൈഡിലുണ്ട്. ഈ പള്ളിയുടെ തൊട്ട് പുറയിലൊരു നല്ല ഭംഗിയുള്ളൊരു ബീച്ചും കൂടെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ സിനിമയിലും അതുപോലെ ഫോട്ടോ റീൽസ് എടുക്കാനും എല്ലാം ഈ പള്ളിയുടെ പരിസരങ്ങൾ എപ്പോഴും നല്ല തിരക്കാണ്. ഈ പള്ളിയുടെ പരിസരങ്ങൾ നിങ്ങൾക്ക് കാണാം, അതേപടിയാണ് നിൽക്കുന്നത്. കരിങ്കല്ലിൽ തീർത്ത പള്ളിയാണ്. അതിന് ഇന്നും അതേപോലെ അതിൻ്റെ ഭിത്തിയൊക്കെ ഇപ്പോഴും നിൽക്കുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഇതെല്ലാം ഓരോരോ കെട്ടിടങ്ങളാണ്. അതിൻ്റെ പള്ളിയുടെ തൊട്ട് സമീപത്ത് തന്നെയാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. അതും ഇതുപോലെ അതിൻ്റെ തൂണുകളെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. അത് ഇങ്ങേ സൈഡിലാണ്, ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ്. അത് നമുക്ക് റോഡിൽ നിന്നാൽ തന്നെ കാണാം. അവിടെ ഇതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ബീച്ചിലേക്ക്, ഇതിൻ്റെ തൊട്ട് പുറകിലൊരു നല്ല ഭംഗിയുള്ള ബീച്ചും കൂടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. നല്ല ശാന്തമായ കടലാണ്.
ഞാൻ അവിടെ നിന്നപ്പം തൊട്ട് ശ്രദ്ധിക്കുന്നതാണ്, ഒരാൾ മീൻ പിടിക്കാൻ കടലിലേക്ക് വള്ളം ഇറക്കാൻ നോക്കുക. അപ്പം തിര കാരണം കുറേ സമയമെടുത്തു അദ്ദേഹം അതിനപ്പുറത്തോട്ട്, തിരയ്ക്ക് അപ്പുറത്തോട്ടൊന്ന് കടത്തിയെടുക്കാൻ വേണ്ടി. ഇവിടെയെല്ലാം മീൻ വരുന്നതാണ്. അത് രാവിലെ മാത്രമേ മീൻ വരത്തുള്ളൂ. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മടങ്ങിയാണ്. ഈ സൈഡിൽ തന്നെ 2-3 ബീച്ചുണ്ട്, അവിടെയെല്ലാം ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. അപ്പം ഞങ്ങളുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ രാമേശ്വരം, പളനി, ധനുഷ്കോടി, മധുര, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോകൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഞങ്ങളിനിയും പോകുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ രാമേശ്വരത്താണ് അദ്ദേഹത്തിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.